അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. ഇൻഷക്കൽ ഖമർ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അങ്ങ് നബിയാണെന്നതിന് എന്താണ് തെളിവ്? മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്തു. ഈ അമാനുഷിക സംഭവം കണ്ട് പലരും ഇസ്ലാം സ്വീകരിച്ചു. എന്താണ് അമാനുഷിക സംഭവം? മാജിദ ചോദിച്ചു. നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത് അഥവാ അമാനുഷിക സംഭവങ്ങൾ. ഉസ്താദ് പറഞ്ഞു. എന്തിനാണ് അള്ളാഹു മുഅ്ജിസത്ത് നൽകുന്നത്? മുഫീദ ചോദിച്ചു. ഉസ്താദ്, നബിമാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണത്. മറ്റു നബിമാർക്കും മുഅ്ജിസത്ത് ഉണ്ടോ? ആദിൽ ചോദിച്ചു. ഉസ്താദ്, ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. അക്കാലത്തെ സാഹിര്യങ്ങൾ മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തോറ്റുപോയി. ഈസാ നബി അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. അന്നത്തെ വൈദ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുൻപിൽ മുട്ടുമടക്കി. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആരാണ്? ഉമൈർ ചോദിച്ചു. ഉസ്താദ്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്രാ മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ, അദൃശ്യകാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ചിലതാണിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിന് സമാനമായ ഒരു ചെറിയ സൂറത്ത് പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി നോക്കൂ, താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അൽ ഖുർആൻ ഹുവ അക്ബറുൽ മുഅ്ജിസാത്ത്. ഖുർആൻ അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഈ പാഠത്തിൽ നമ്മൾ നബിമാരുടെ മുഅ്ജിസത്തിനെ കുറിച്ചാണ് പഠിച്ചത്. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ ഏതൊക്കെയാണ് അതൊക്കെ നമ്മളിവിടെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാർ ഇതൊക്കെ നന്നായി പഠിക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വ നക്തുബ്. വായിച്ച് അപ്പുറത്തേക്ക് എടുത്ത് എഴുതാനുള്ളതാണ്. സാഹിറൂൻ, ആയത്തുൻ, അൽ ഖുർആനു ഷരീഫ്, ഇൻഷക്ക, സൂറത്തുൻ, അൽ ഖമർ, മുഅ്ജിസത്തുൻ, ഈസ അലൈഹിസ്സലാം. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തുള്ള കോളങ്ങളിൽ നിങ്ങൾ എഴുതുക. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബു ബിക്കലിമ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1. നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളുടെ പേരെന്ത്? ഉത്തരം മുഅ്ജിസത്ത് അഥവാ അമാനുഷിക സംഭവങ്ങൾ. 2. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം വടി നിലത്തിട്ടാൽ പാമ്പാകൽ. 3. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി. 4. ചോദ്യം. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആര്? ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നസിൽ, യോജിച്ചത് ചേർക്കുക, ചേരുംപടി ചേർക്കുക. ഇപ്പുറത്ത് നമുക്ക് നബിമാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാലിഹ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. മിഅ്റാജ്, അത്ഭുത ഒട്ടകം, സ്വപ്ന വ്യാഖ്യാനം,
വടിപാമ്പാക്കൽ, പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തൽ. മൂസ അലൈഹിസ്സലാം അവരുടെ മൂജിസത്ത് എന്താണ്? വടിപാമ്പാക്കൽ. അപ്പൊ അതാണ് അവിടെ അടുത്ത് എഴുതേണ്ടത്. അടുത്തത് ഈസ അലൈഹിസ്സലാം അവരുടെ മൂജിസത്ത് പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തൽ. അടുത്തത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂജിസത്ത് മിഗ്റാജ്. അടുത്തത് സ്വാലിഹ് അലൈഹിസ്സലാം അവരുടെ മൂജിസത്ത് അത്ഭുത ഒട്ടകം. യൂസുഫ് അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനം. കൂട്ടുകാരെ അത് കറക്റ്റായിട്ട് അവിടെ അടുത്ത് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. നുഫക്കിറു വനജിദ്. അതിലൊന്ന് നോക്കൂ. ഏറ്റവും വലിയ മോജിസത്ത് ഖുർആനാണ്, തെളിവ് കണ്ടെത്തുക. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിനു സമാനമായ ഒരു ചെറിയ സൂറത്ത് പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. തദ്രീബാത്ത്. അതിലെ 5ാമത്തെ പ്രവർത്തനം നോക്കൂ. നുൻഷിഉൽ ജുമൽ. ഇവിടെ താഴെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുക, അതായത് വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. 1ാമത്തെ വാക്ക് നോക്കൂ. ഉറവ. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഭൂമിയിലെ ഏറ്റവും അമൂല്യ ഗുണമുള്ള ജല ഉറവയാണ് സംസം. അടുത്തത് 2ാമത്തെ വാക്ക് നോക്കൂ. സുഖപ്പെടുത്തി. ഈസാ നബി അലൈഹിസ്സലാം പാണ്ഡുരോഗമുള്ളവരെ സുഖപ്പെടുത്തി. 3ാമത്തെ വാക്ക് നോക്കൂ. പിളർത്തി. അത് വരുന്നത് പോലെ ഒരു വാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണചന്ദ്രനെ 2ആയി പിളർത്തി കാണിച്ചു കൊടുത്തു. 4ാമത്തെ വാക്ക് നോക്കൂ. സംഭവം. അത് വരുന്നത് പോലെ ഒരു വാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ അമാനുഷിക സംഭവം കണ്ട് പലരും ഇസ്ലാം സ്വീകരിച്ചു. 5ാമത്തെ വാക്ക് നോക്കൂ. പിൻപറ്റി. ആ വാക്ക് വരുന്നത് പോലെ നാം ഖുർആൻ പിൻപറ്റി ജീവിക്കണം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തഹ്സീസ്. അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂജിസത്തുകളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂജിസത്തുകളാണ് നമ്മൾ എഴുതേണ്ടത്. 1ാമത്തത് വിശുദ്ധ ഖുർആൻ. 2. ഇസ്രാ മിഗ്റാജ്. 3. കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ. 4. അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ. 5. രോഗം സുഖപ്പെടുത്തൽ. 6. ഭക്ഷണം വർദ്ധിക്കൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നമ്പർ ഇട്ടിട്ട് എഴുതുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.